പറഞ്ഞതല്ലേടാ, നിന്റെ കൺമുന്നിൽ തന്നെ യമനെ ഒരു പെണ്ണിന്റെ രൂപത്തിൽ കാണുമെന്ന് മറന്നു പോയോടാ. എല്ലാരും ഒന്ന് മാറുതാ. ഗുരു 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 ഒരു കുഴപ്പമുണ്ടായാലും ഗുരു. ഇല്ല ഗുരു. പേഷ്യന്റെ കൂടെ ആരാ ഉള്ളേ? നിങ്ങൾ പേഷ്യന്റിന്റെ ആരാ? മിസ്സസ് അഗ്നിദേവ്. ഇതിലൊരു സൈൻ ചെയ്തേ. എനിക്ക് എന്റെ അച്ഛനൊരു പ്രാവശ്യം കാണണമെന്നുണ്ട്. ശകുന്തളാദേവി സാധാരണ സ്ത്രീയല്ല. ഇങ്ങനെ ഒരു സ്ത്രീയെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. നിന്റെ കൺമുന്നിൽ തന്നെ യമനെ ഒരു പെണ്ണിന്റെ രൂപത്തിൽ കാണുമെന്ന് മറന്നു പോയോടാ. ഹലോ, പറയാ അഗ്നി. എന്തിനാ അച്ഛൻ എന്നെ എടുത്തു വളർത്തിയത്? എന്താ മോനെ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്? ഇതിനു വേണ്ടിയാണ് എന്നെ IPS പഠിപ്പിച്ചത്. എന്ത് പറ്റി മോനെ? ചെറുപ്പത്തിൽ കണ്ട അതേ മുഖം ഇന്നും എന്റെ കണ്ണിൽ നിറഞ്ഞു നിൽക്കുക അച്ഛാ. ഞാൻ അതെല്ലാം മറക്കാൻ ശ്രമിച്ചാലും മനസ്സിൽ നിന്ന് അങ്ങോട്ട് മാറുന്നില്ല. എന്തിനു വേണ്ടിയാണ് ഞാൻ എൻ്റെ അമ്മയെ 4 വയസ്സിൽ കൈവിട്ടത്? ഇത്രയും വർഷത്തിന് ശേഷം വീണ്ടും എന്തിനാ ഞാൻ കണ്ടുമുട്ടിയത്? വെള്ള ഷർട്ടിലേക്ക് ചീന്തി വീണ രക്തത്തിന്റെ കറ ഇന്നും എൻ്റെ ഹൃദയത്തിൽ നിന്ന് മാഞ്ഞിട്ടില്ല. എന്നെങ്കിലും ഒരിക്കൽ അവരെ കണ്ടുമുട്ടുമെന്നുള്ള വിശ്വാസത്തിൽ തന്നെ അച്ഛാ ഞാൻ ജീവിച്ചത്. ദൈവം സാധിച്ചു തരികയും ചെയ്തു. പക്ഷെ അത് രാഷ്ട്രീയ നേതാവ് ശകുന്തളാദേവി എന്ന് അറിയില്ലായിരുന്നു. അന്ന് ആ കുടുംബം താറുമാറാക്കിയ അതേ വെള്ളത്തുണി തന്നെയാണ് ഇന്ന് ഇവർക്കും ആയുധമായിരിക്കുന്നത്. ഇതിനു വേണ്ടിയാണ് എന്നെ IPS പഠിപ്പിച്ചത്. സ്വന്തം പെറ്റ തളയുടെ കയ്യിൽ കൂച്ചുവിലങ്ങ് അണിയിക്കേണ്ട അവസ്ഥ വന്നില്ലേ അച്ഛാ എനിക്കിന്ന്? അഗ്നി, അഗ്നി, അഗ്നി. നിന്റെ മരണം എന്റെ കണ്ണുകൊണ്ട് കാണാൻ ഞാൻ നേരിട്ട് വരാൻ പോവുകയാടാ. മന്ത്രി ശകുന്തളാദേവിയും കമ്മീഷണറും തമ്മിലുള്ള വ്യവസായ ബന്ധത്തെക്കുറിച്ച് അറിയാൻ കഴിഞ്ഞിരിക്കുകയാണ്.
ഇത് കാരണം ഇവർ ഇരുവരും അറസ്റ്റിലാകാൻ പോവുകയാണ്. അവർക്ക് എന്തായാലും നീതി കിട്ടുമെന്നും ആരാധകർ അച്ചടക്കം പാലിക്കണമെന്നും മുഖ്യമന്ത്രി അറിയിപ്പ് നൽകിയിട്ടുണ്ട്. എടീ, നീയൊരു പെണ്ണാണോ? അധികാരത്തിന്റെ അഹങ്കാരത്തിൽ കണ്ണു കാണാതെയല്ലേ എന്തൊക്കെയാടി നീ ചെയ്തു കൂട്ടുന്നത്? എന്താ എല്ലാം മറന്നോ? എല്ലാ അധികാരവും ഇപ്പൊ നിന്റെ അടുത്തുണ്ട്. പണവും പദവിയും ആളുകളും എല്ലാം ഇപ്പൊ നിന്റെ കൂടെ ഉണ്ട്. സ്വന്തം കാര്യം നേടാൻ വേണ്ടി എത്ര പേരെ വെട്ടി കൊന്നിട്ടുണ്ട് നീ. അതിലൊന്നും നിനക്ക് വിഷമം ഉണ്ടാവില്ല. പക്ഷെ ഇപ്പൊ ഞാൻ പറയാൻ പോകുന്ന കാര്യം കേൾക്കുമ്പോ നിനക്ക് ജീവിതകാലം മുഴുവൻ വേദനിക്കും. ആര് കാരണമാണോ നീ അവസ്ഥയിൽ എത്തിയത്? ആരെയാണോ നീ കൊല്ലാൻ വേണ്ടി പരക്കം പായുന്നത്? അതാരാണെന്ന് അറിയോ നിനക്ക്? വേറെ ആരുമല്ല, നിന്റെ സ്വന്തം മകനാ. നീ നൊന്ത് പ്രസവിച്ച മകൻ. കരയല്ലേ പൊന്നു, ചക്കരയല്ലേ എന്റെ മുത്തു, കരയല്ലേ. ഉറങ്ങിക്കോടാ മുത്തു. എന്തുവാ ദാരിപ്പെട്ട ചക്കരേ. തെരുവിൽ നിന്നപ്പോ ഞാൻ എടുത്തു വളർത്തിയതാ അവനെ. അവന് ഞാനിട്ട പേര് അഗ്നി എന്നാ. ആ അഗ്നിയെ നീ അണയ്ക്കാമെന്ന് കരുതി. പക്ഷേ അവൻ നിന്നെ സ്നേഹം കൊണ്ട് തോൽപ്പിച്ചില്ലേ? എന്താ വിശ്വാസമായില്ലേ? യെസ്, അഗ്നിദേവ് ഈസ് യുവർ സൺ. സ്വന്തം മകനെ കൊല്ലാൻ ശ്രമിച്ച ലോകത്തിലെ ഒരേ ഒരു അമ്മ നീ ആയിരിക്കും. എനിക്ക് നഷ്ടമായല്ലോ. നാടാകെ ശവപ്പുറമാക്കി മാറ്റിയല്ലടാ ദ്രോഹികളെ. ഇത് ഞാൻ എങ്ങനെ സഹിക്കും ഭഗവാനെ? ഗുരു, ശകുന്തള ദേവി നിന്നെ കാണാൻ വന്നിരിക്കുന്നു. ഗുരു, എന്താ ഈ കാണിക്കുന്നത്? കണ്ണിൽ നീയോ എൻ്റെ പൊൻപൈതലായി പാതി വഴിയിൽ നിന്റെ മൊഴി കേട്ടു ഞാൻ. പൂത്തളിരാണു നീ മനസാകവേ, മമ സ്നേഹമുണരും നീ ഉടലാകെ. ഈ മൗനങ്ങളും മതിയാകിടാം ഒരു വാക്കിലുണരും നീ. ദേവാ, അയ്യോ, നിങ്ങൾക്ക് വേണ്ടിയല്ലേ ഞാൻ എല്ലാം ചെയ്തത്. എൻ്റെ കൺമുമ്പിൽ വെച്ച് എൻ്റെ ഫ്രണ്ടിനെ കൊന്നു കളഞ്ഞില്ലേ? നിന്റെ അച്ഛനോടൊപ്പം നീ
നീയും ആ കലാപത്തിൽ മരിച്ചു പോയെന്ന് ഞാൻ കരുതി. വാഴും രൂപം നെഞ്ചിലായി മുള്ളായി മാറിയ മുല്ലപ്പൂവാണമ്മ. എന്റെ മോനും ഒരു കാരണവശാലും വെൺകൈയിൽ തൊടും വാത്സല്യമോ മകനാകെ അറിയാതെ പോയിന്നോ ഞാൻ. കുഞ്ഞായിടാം മറുജന്മവും തുണയായി വരുകില്ല. നിന്റെ കുടുംബത്തിനെ നിന്നിൽ നിന്ന് എന്നേക്കുമായി അകറ്റിയവനാണ് ഈ ഞാൻ. നിന്നെ ഒരാണിൻ്റെ കാമവരിക്കിരയാക്കിയവനും ഈ ഞാൻ തന്നെ. നീ ഒരു പെൺമൃഗമായി മാറിയതും ഈ ഞാൻ കാരണം. നീ പ്രസവിച്ച നിന്റെ മകനെ കൊല്ലാൻ പ്രേരിപ്പിച്ചതും ഈ ഞാൻ തന്നെ. ഇന്ന് നീ മരിക്കാൻ കാരണവും ഈ ഞാൻ.